എത്ര വലിയ പ്രശസ്തനായ പാമ്പ് പിടുത്തക്കാരനാണെങ്കിലും ഇനി ലൈസൻസ് ഇല്ലാതെ പാമ്പ് പിടിക്കാൻ പറ്റത്തില്ല. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിലുള്ള ഫുള്ള് ആൾക്കാരുടെയും ഒരു പ്രാർത്ഥനയാണെങ്കിൽ ഫലിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വാവ സുരേഷിനെ വീൺ ചെയ്തിട്ടുണ്ട്, അതായത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിരുന്നാലും 1 to 2 days ഒബ്സർവേഷൻ ICUവിൽ കിടത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ പ്രകാരം ആ ഒരു ഒബ്സർവേഷൻ പീരീഡ് പുള്ളിക്കാരൻ റിക്കവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അടുത്തുള്ള ഒബ്സർവേഷൻ റൂമല്ല, അടുത്തുള്ള സാധാരണ ഒരു റൂമിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ, ആ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ്റെ ഒരു അപ്ഡേഷൻ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടെ വരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക, ഒന്ന് ഷെയർ ചെയ്ത് ഒരു സപ്പോർട്ട് തരിക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മൂർഖൻ പാമ്പിൻ്റെ കടിയേറ്റിട്ട് നമ്മുടെ വാവ സുരേഷ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ വാവ സുരേഷ് ആണെങ്കിൽ ഒരു 4 ദിവസത്തോളം ICUവിൽ കിടന്നതായിട്ട് നമ്മളെല്ലാവരും കേട്ടായിരുന്നു. ഇന്നലെയുള്ള ഒരു ന്യൂസ് പ്രകാരം വാവ സുരേഷിനെ വീൺ ചെയ്തിട്ട്, അതായത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി എന്നുള്ളൊരു ന്യൂസാണ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും കേട്ടത്. അപ്പോൾ ഇന്നത്തുള്ള ആ ഒരു ന്യൂസ് പ്രകാരം ആ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയ വാവ സുരേഷിനെ 24 to 48 hours ഒബ്സർവേഷൻ പീരീഡ് തരണം ചെയ്തു. അതോടൊപ്പം തന്നെ പുള്ളിക്കാരനെ തൊട്ടടുത്തുള്ള വാർഡ് പോലെയുള്ള ഒരു റൂമിലോട്ട് മാറ്റുകയും അതോടൊപ്പം നമ്മുടെ വാവ സുരേഷാണെങ്കിൽ എല്ലാവരോടും സംസാരിച്ചു, ഫുഡ് കഴിച്ചു. അതോടൊപ്പം തന്നെ പുള്ളിക്കാരനാണെങ്കിൽ ഓർമ്മ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇനി വെന്റിലേറ്റർ ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിന്റെ അപ്ഡേഷൻ. ഓക്കെ, ഇവിടെ വാവ സുരേഷിനെ കടിച്ചത് കോബ്ര പോലെയുള്ള നല്ല വിഷമുള്ള പാമ്പാണ്. പൊതുവെ കോബ്ര കടിച്ചു കഴിഞ്ഞാൽ ന്യൂറോടോക്സിക് ആണ്, അതായത് നമ്മുടെ ന്യൂറോൺസിനെയും ബ്രെയിൻ സിസ്റ്റത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പാമ്പാണ് കോബ്ര പോലെയുള്ള ആ ഒരു പാമ്പിന്റെ കടിയേറ്റാലുള്ള പ്രശ്നം. അപ്പോൾ ഇത് കാരണം നമ്മുടെ ശ്വസന വ്യവസ്ഥയെ അഫക്റ്റ് ചെയ്യുന്നു, അതുകൂടാതെ തന്നെ ബ്രെയിൻ സിസ്റ്റത്തിനെ ഫുള്ളായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. നമ്മുടെ ഫുള്ളായിട്ട് കോമ സ്റ്റേജിലോട്ട് പോവുകയും ശ്വാസോച്ഛ്വാസം കറക്റ്റായിട്ട് നടക്കാതെ ബ്രെയിൻ ഡെത്തായിട്ട് ആള് മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാറ്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട വാവ സുരേഷ് അതെല്ലാം റിക്കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം ഇനി അടുത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രിട്ടിക്കൽ കെയർ എന്നുള്ള ഒരു സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്. അതിനുശേഷം ഇനി വാർഡ് സെറ്റപ്പിലാണെങ്കിൽ ഒരു 3 to 4 days ആന്റിബയോട്ടിക്സും അതോടൊപ്പം തന്നെ പുള്ളിക്കാരൻ്റെ ആ ഒരു ഫുഡിൻ്റെയും എല്ലാം സംഭവം നോക്കിയതിന് ശേഷം മെയിൻ്റനൻസ് ആയിട്ട് കുറച്ച് ദിവസം IV ഫ്ലൂയിഡ്സ് മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്ത് ആ ഒരു വാവ സുരേഷിനെ, ആ ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ഹീറോ ആയിട്ടുള്ള ആ ഒരു വാവ സുരേഷിനെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് നമുക്ക് ഇനി അടുത്ത് പറയാനുള്ളത്. ആസ് എ നേഴ്സ്, അതായത് നേഴ്സായിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വാവ സുരേഷ് ഇനിയും ഇഷ്ടംപോലെ പാമ്പുകളെ പിടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ വാവ സുരേഷിനെ ഒരു ബഹുമാനിക്കുകയും അതോടൊപ്പം തന്നെ വാവ സുരേഷിനോടുള്ള ഒരു ഇനിയും പുള്ളിക്കാരൻ ലൈഫ് ലോങ് കുറേ വർഷക്കാലം ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടും ഞാനൊരു ആഗ്രഹം പറയുകയാണ്. വാവ സുരേഷിന് പാമ്പ് പിടിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് സേഫ്റ്റി മെഷേഴ്സ് യൂസ് ചെയ്യുക. മാക്സിമം ഇതുപോലുള്ള പബ്ലിക്കിന് കൂടുതലായിട്ട് പുള്ളിക്കാരൻ പാമ്പ് പിടിച്ചതിന് ശേഷം പബ്ലിക്കിന് കൂടുതലായിട്ട് കാണിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇപ്പോഴത്തെ പാമ്പ് കടിയും ഇതിനു മുമ്പുള്ള 10-ലധികം പ്രാവശ്യം പാമ്പ് കടിച്ചപ്പോൾ കൂടുതലായിട്ടും പറ്റിയ ഒരു അബദ്ധം. അതുകൊണ്ട് നിങ്ങൾ പബ്ലിക്കിന് കാണിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് സേഫ്റ്റി മെഷേഴ്സ് യൂസ് ചെയ്തതിനു ശേഷം കാണിക്കുക. നിങ്ങൾ ഇനിയും കൂടുതൽ കാലം, നിങ്ങൾ ഇനിയും കൂടുതൽ വർഷങ്ങളോളം ജീവിച്ചിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഒരു ആരാധകൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, അപ്പോൾ വാവ സുരേഷിന്റെ ഫുൾ റിക്കവറിക്കായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. എത്ര വലിയ പ്രശസ്തനായ പാമ്പ് പിടുത്തക്കാരനാണെങ്കിലും ഇനി ലൈസൻസ് ഇല്ലാതെ പാമ്പ് പിടിക്കാൻ പറ്റത്തില്ല. വാവ സുരേഷിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാലും ഇതിനു മുമ്പ് പാമ്പ് പിടുത്തക്കാരനായ ഒരു സക്കീർ എന്നുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടുണ്ടായിരുന്നു. അശാസ്ത്രീയമായിട്ടുള്ളതും അതുകൂടാതെ തന്നെ കെയർലെസ് ആയിട്ട് പാമ്പ് പിടിക്കുന്ന എല്ലാവർക്കും ഇനിയും നല്ല 8ന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത്. വാവ സുരേഷിന്റെ കേസിലാണെങ്കിൽ പുള്ളിക്കാരന് ലൈസൻസ് ഇല്ല എന്ന് തന്നെ വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി വാവ സുരേഷ് ആയാലും ശരി, ഏത് പ്രഗത്ഭനായാലും ശരി, അവർക്കാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു 1 year ക്ലാസ് ആണെങ്കിൽ കൊടുക്കും. ആ ഒരു 1 year ക്ലാസിൻ്റെ അകത്ത് തന്നെ അവർ ലൈസൻസ് എടുക്കണം എന്നുള്ള ഒരു നിബന്ധന വയ്ക്കും. അപ്പോൾ ഇങ്ങനെ ലൈസൻസ് എടുക്കുന്ന ആൾക്കാരുടെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ തദ്ദേശ വകുപ്പിനും അതോടൊപ്പം തന്നെ പോലീസിനും ഫയർഫോഴ്സിനെല്ലാം കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ലൈസൻസ് എടുക്കുന്ന എല്ലാവരും തന്നെ പബ്ലിക്കായിട്ട് പാമ്പിനെ പിടിക്കുമ്പോൾ സേഫ്റ്റി മെഷേഴ്സ് കറക്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കണം. ഒരു കാരണവശാൽ കഴിഞ്ഞാലും അവർ പബ്ലിക്കിന് പ്രസന്റ് ചെയ്യാൻ പാടില്ല. പബ്ലിക്കിന്റെ മുമ്പിലാണെങ്കിൽ ഷോ ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇങ്ങനെ പാമ്പ് പിടിച്ചതിന് ശേഷം പ്രോപ്പറായിട്ട് സേഫായിട്ട് തന്നെ അവരെ കാർഡിലോട്ട്
വിടുകയും ചെയ്യണം. അപ്പോൾ ഇനി ലൈസൻസ് എടുക്കുന്ന ആൾക്കാർ നല്ല രീതിയിൽ കറക്റ്റായിട്ട് തന്നെ പാമ്പിനെ പിടിക്കുകയും കറക്റ്റായിട്ട് തന്നെ സേഫ്റ്റി മെഷേഴ്സോട് കൂടി മാത്രമേ പുറത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി വാവാ സുരേഷിന് ടോട്ടൽ 12 തവണ കടി കിട്ടിയിട്ടുണ്ട് പാമ്പിന്റെ കയ്യിൽ നിന്ന്. അതുപോലെ തന്നെ ഇതിന് തൊട്ട് മുമ്പ് ഒരു സക്കീർ എന്നുള്ള ഒരു ബായാണെങ്കിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബായും ഇതുപോലെ മരിച്ചത് കുറേ പ്രാവശ്യം പാമ്പിന്റെ കടി കൊണ്ടാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് മരിച്ചതിന് കാരണം അശാസ്ത്രീയമായിട്ടുള്ള പാമ്പ് പിടുത്തമാണ്, പാമ്പ് പിടുത്തം മൂലമുണ്ടായ കടിയാണ്. ഓക്കെ, അപ്പോൾ വാവാ സുരേഷ് ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാലും പുള്ളിക്കാരന് ഇനി നല്ല ഒരു 8ന്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു വാവാ സുരേഷിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയും നമ്മുടെ വാവാ സുരേഷ് അറ്റ് പ്രസന്റ് വാർഡിലാണ്. അപ്പോൾ പുള്ളിക്കാരൻ എത്രയും പെട്ടെന്ന് തന്നെ റിവൈവ് ചെയ്ത് തിരിച്ചു വന്നിട്ട് ലൈസൻസ് എല്ലാം എടുത്ത് സേഫ്റ്റി മെഷേഴ്സോട് കൂടി പാമ്പിനെ പിടിച്ച് നല്ല രീതിയിൽ തന്നെ നമ്മളെ നാട്ടിന് നല്ല രീതിയിൽ തന്നെ ഒരു മാർഗനിർദ്ദേശനം കൊടുക്കണം എന്നുള്ളൊരു ആവശ്യം കൂടെ ഈ വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ വരും എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യും. അതുവരേക്കും ബൈ ബൈ.